പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് 4-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യക്തിത്വ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു സത്യം പറയട്ടെ, ഈ ഭയമുണ്ടല്ലോ, പേടി, അതിനെ തോൽപ്പിച്ചാൽ നിങ്ങളുടെ ലോകം തന്നെ മാറും. ഇഫ് യു ഡിഫീറ്റ് ഫിയർ, യുവർ വേൾഡ് വിൽ ചേഞ്ച്. നമുക്കറിയാം, ഭയവും ഉത്കണ്ഠയുമൊക്കെ മനുഷ്യ സഹജമാണെന്നല്ലേ, സ്വാഭാവികമാണ്. ഭയം എന്ന വികാരം നമ്മുടെ മസ്തിഷ്കത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഭയപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തലച്ചോറിലെ ഭയ കേന്ദ്രത്തിലേക്ക് രക്തം കൂടുതൽ പ്രവേശിക്കും. അപ്പോൾ പ്രതികരിക്കാനുള്ള ഭയം, തുറന്നു പറയാനുള്ള സങ്കോചം, സ്വതന്ത്ര ചിന്തകളെ മൂടിവെക്കുവാനുള്ള പ്രവണത, എന്തിനു പറയുന്നു, നമ്മുടെ സ്വതസിദ്ധവും നൈസർഗികവുമായ കഴിവുകളെ ഭയം മൂലം വളർത്താൻ സാധിക്കില്ല. മറ്റുള്ളവർ എന്തു വിചാരിക്കും, മോശമായ അഭിപ്രായം പറയുമോ എന്ന ഭയം മൂലം നിശബ്ദനായി കഴിയും. അതല്ലേ സംഭവിക്കുന്നത്. ഫലമോ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു, മന്ദിപ്പിക്കും. ജീവിതത്തിൽ ഭയം എന്ന ശത്രുവിനെ നമുക്ക് എങ്ങനെ നേരിടേണ്ടത്? നമുക്ക് നേരിടേണ്ടേ? അതിനാണല്ലോ ഈ എപ്പിസോഡൊക്കെ ഇങ്ങനെ ക്രമീകരിക്കുന്നത്. എന്താണ് ഭയത്തിൻ്റെ മനഃശാസ്ത്രം? അതിൻ്റെ ആഘാതം എങ്ങനെ നമുക്ക് പൊളിച്ചെഴുതാം? ഈ കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ ഭയം ദൂരീകരിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കുഞ്ഞുവാവ പിറവിയെടുക്കുമ്പോൾ അവന് വല്ല പേടിയുണ്ടോ? മൂർഖൻ പാമ്പിനെ വേണമെങ്കിൽ അവൻ ചാടിപ്പിടിക്കും, അല്ലേ? എന്നാൽ വലുതാവുമ്പോൾ അവനതിനെ ഭയക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ കുറേ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ഒന്നല്ല, 19 പരാജയങ്ങൾ തുടരെ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു ഉറച്ച തീരുമാനമെടുക്കാം. അതിനായി ഒരു ശീലപ്രഖ്യാപനമുണ്ട്. ദാ കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചേ, എന്നിട്ട് പറയാം, എന്നെ എത്ര ഭയപ്പെടുത്തിയാലും ഞാൻ ഭയപ്പെടില്ല. ഉറച്ചു പറയാം, ഞാനൊരു ധൈര്യശാലിയാണ്. എനിക്ക് വേണ്ടത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഭയത്തെ തോൽപ്പിച്ചാലേ വിജയം വരൂ. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ചണ്ഡീഗഡിൽ വെച്ചാണ് അത്. ഞാനിവിടെ പങ്കുവച്ചാൽ സമയം പോവും, അതുകൊണ്ട് പിന്നീട് ഒരിക്കലാവാം. ഈ അവസരത്തിൽ ഭയത്തെ തോൽപ്പിക്കാൻ ഒരു 5 കാരണങ്ങൾ നമുക്ക് ഓർക്കാം. അതോടെ ഭയമൊക്കെ മാറിക്കിട്ടും. ഒന്നാമത്തെ കാര്യം, ഭയത്തെ മനസ്സിലാക്കുക. എന്തിനോടാണ് എനിക്ക് ഭയം തോന്നുന്നത്? എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇപ്പം തന്നെ ചോദിച്ചോ. ഭയത്തെ നമുക്ക് നേരിടണ്ടേ എന്ന് വെച്ചാൽ യഥാർത്ഥത്തെ നേരിടുക എന്നതാണ് അർത്ഥം. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ ധൈര്യപൂർവമായ കൊച്ചു പ്രവൃത്തികൾ ചെയ്ത് ശീലമാക്കുക. അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ധൈര്യം കാണിക്കുക, വീര്യം കാണിക്കുക. ഒരു നായെ കുരച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നാൽ നിങ്ങൾ സ്ഥലം വിടൂലേ? അപ്പോൾ നിങ്ങൾ ഓടുന്നതിനിടയിൽ ധീരതയോടെ പെട്ടെന്ന് തിരിഞ്ഞ് നായ്ക്ക് അഭിമുഖമായി ഒന്ന് നിന്ന് നോക്കിയേ. നായ പേടിച്ച് പുറകോട്ട് പോകും, നായ കടിക്കില്ല. അതാണ് ധൈര്യമെന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, പിന്മാറ്റം ഭീതിയുടെയും മുന്നേറ്റം ധൈര്യത്തിൻ്റെയും ലക്ഷണമാണ്, നമുക്കറിയാം. ഇത് രണ്ടും നമ്മുടെ സ്വാധീനത്തിലുള്ളവയാണ്. സന്തോഷം നടിച്ച് നിവർന്നിരിക്കാൻ ശീലിക്കുമ്പോൾ ദുഃഖം കടന്നു വരാൻ താല്പര്യം കാണിക്കില്ല എന്ന് മാത്രമല്ല, കയറി കൂടിയ ദുഃഖം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ്, നമ്മുടെ കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് എന്തിൻ്റെ സൂചനയാണ്? ധൈര്യത്തിൻ്റെ സൂചനയാണ്. വളരെ നിസ്സാരമായ കാര്യമാണ് ഈ പറയുന്നത്. ഈ തത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാം. അഞ്ചാമത്തെ പോയിന്റ്, വിജയിച്ച അനുഭവങ്ങൾ ഓർക്കുക. മുൻപും പല കാര്യങ്ങളിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടല്ലോ. ഇതിനെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയും.
ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി ഡൺ. ഇങ്ങനെ ഓർത്ത് മുന്നേറുക, പോസിറ്റീവ് കൂട്ടായ്മയിൽ ചേരുക, ചിന്തകളെയും ആളുകളെയും നെഗറ്റീവ് ആളുകളെയൊക്കെ അകറ്റി നിർത്തുക. എന്നും ശ്രേഷ്ഠമായി ജീവിക്കണമെങ്കിൽ എന്തു വേണം? ധൈര്യം കൂടിയേ മതിയാവൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങളെ കൈവിടുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വാസം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് അർപ്പിക്കുന്നത് ധൈര്യത്തിൻ്റെ ലക്ഷണമാണ്. ധൈര്യം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് അറിയാമോ? ഹൃദയം നഷ്ടപ്പെടാതെ നഷ്ടത്തെ സ്വീകരിക്കുക എന്നതാണ് ധൈര്യം നേടുന്ന ഏറ്റവും വലിയ പരീക്ഷണം. നാം ഭയപ്പെടുന്നത് ചെയ്യുമ്പോഴാണ് ആത്മവിശ്വാസം നേടുന്നത്, അല്ലേ? ഈ വീരനായകന്മാരുണ്ടല്ലോ, അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ധൈര്യശാലികളൊന്നുമല്ല. പിന്നെ ആരാ അവരെ? വെറും 2-3 മിനിറ്റ് കൂടുതൽ അവർ പിടിച്ചു നിൽക്കുമെന്ന് മാത്രം. ഒളിമ്പിക്സിൽ PT ഉഷയെ കടത്തി വെട്ടിയത് 1 സെക്കൻഡിൻ്റെ 1/4 വ്യത്യാസത്തിലാണ്. അറിയാമോ? ആത്മവിശ്വാസം ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ധൈര്യവും ചോർന്നു പോകും. അങ്ങനെ ചോർന്നു പോകുമ്പോൾ 2-3 കാര്യങ്ങൾ കൂടി പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുത്തേണ്ടതുണ്ട്. എന്തിനാ? നമുക്ക് ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി. അതോടെ നിങ്ങളുടെ ധൈര്യം വീണ്ടെടുക്കാം. ആത്മവിശ്വാസക്കുറവാണ് ഭീരുത്വത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ആത്മവിശ്വാസത്തെ മെച്ചപ്പെടുത്തുക? പ്രശ്നങ്ങൾ നേരിടുക, അല്ലാതെ എന്താ? വീക്ക്നെസ്സിനെ കണ്ടുപിടിച്ച് തിരുത്തുക. എല്ലാ വർഷവും ഒരു പുതിയ സ്കിൽ ആർജിച്ചെടുക്കാൻ പറ്റുമോ? എങ്കിൽ യു ആർ എ സക്സസ്. നല്ലത് ഭവിക്കും എന്ന പ്രതീക്ഷ ഉണർത്തുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. വളരെ ഈസിയാട്ടോ. പണം മുടക്കുള്ള കാര്യമല്ല. തന്നേക്കാൾ അയോഗ്യരായ പലരും ഇതേ രംഗത്ത് വിജയിച്ചിട്ടുണ്ടല്ലോ എന്ന നിരീക്ഷണത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു ആശ്വാസം എന്തായി മാറുന്നു? ആത്മവിശ്വാസമായി മാറുന്നു. അതുപോലെ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹ ശിരസുകൾക്ക് താൻ അർഹനാണെന്ന തോന്നൽ ഉണർത്തുന്നതിലൂടെ ആത്മവിശ്വാസത്തിൻ്റെ ചൈതന്യം ഉണരുന്നുണ്ട്, പകരുകയാണ്. അതോടൊപ്പം ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസവും ആത്മവിശ്വാസത്തെ പരിപോഷിപ്പിക്കും. നിങ്ങൾക്ക് അറിവുണ്ടോ എന്നതല്ല ഇവിടെ പ്രാധാന്യം. ഉള്ളത്ര അറിവ് പ്രസക്തമാണോ, പര്യാപ്തമാണോ എന്നതാണ് ആത്മവിശ്വാസത്തെ നിർണയിക്കുന്ന പ്രധാന വിഷയം. തൻ്റെ അറിവ് തനിക്ക് പ്രയോജനപ്പെടും എന്ന പ്രതീക്ഷയാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആത്മവിശ്വാസം കുറയുമെന്നെങ്ങാൻ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരാൻ വേണ്ടിയാട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുവാൻ ഇതിലൂടെ സാധിക്കണം. എനിക്കറിയാം, ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ പോകുന്നു. ഭയത്തിനൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. അത് നമ്മെ ഓടി രക്ഷപ്പെടുവാൻ സഹായിക്കുന്നു. വന്യമൃഗങ്ങൾ പുറകെ വന്നാൽ നാം ഇരട്ടി സ്പീഡ് ഓടില്ലേ? എന്നാൽ മനുഷ്യൻ്റെ നൈസർഗികമായ കഴിവുകളെ മുരടിപ്പിക്കുവാൻ ഭയത്തെ നാം അനുവദിച്ചുകൂടാ. മനഃശക്തി വർദ്ധിപ്പിച്ച് നിയന്ത്രിക്കുവാനോ ഇല്ലാതാക്കുവാനോ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ജയ് ഹിന്ദ്.